പുറത്ത് വലിയ സൗണ്ട് ഇല്ല അതിന്. പക്ഷേ ഇതിനെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ചിറകുണ്ട്. ചിറകുള്ളതുകൊണ്ട് നല്ലപോലെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഓളം പറന്നു പോകും. പറക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ മുകളിലൂടെ വലയിടണം. വലയിട്ടിട്ട് അതിനിറങ്ങി നടക്കാനുള്ള കുറച്ച് സ്ഥലം കൊടുത്തിട്ട് അവിടെ നെറ്റ് വല വെച്ച് അടിച്ചിടണം. അതിനുള്ളിൽ വളർത്തണം. കുറച്ച് വെള്ളം വെച്ച് കൊടുക്കണം. ഇഷ്ടം പോലെ നമ്മൾ ഈ പച്ചിലകൾ കൊടുക്കണം. പച്ചിലയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇതിന്, മണിത്താറാവിന്. ജോലി ചെയ്തോ കണ്ണൂർ കുത്തുപറമ്പെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ജോലി ആക്കി തരുന്നുണ്ട്. അപ്പോൾ ഈ മണിത്താറാവിന് അതാണ് പ്രത്യേകത. അതുപോലെ തന്നെ മണിത്താറാവിൻ്റെ മുട്ട എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 18 മുട്ടയോളം കിട്ടും. 30 മുട്ടയൊന്നും കിട്ടത്തില്ല കേട്ടോ. ചിലപ്പം 18 മുട്ട 20 മുട്ടയൊക്കെ കിട്ടും. ചിലതുണ്ടല്ലോ മുട്ട തന്നെ പൊട്ടിച്ചു കുടിക്കും. ചില താറാവ് അതിൻ്റെ മുട്ട തന്നെ പൊട്ടിച്ചു കുടിക്കും. ചില താറാവ് ആ മുട്ടയെല്ലാം കൂടി ഇരുന്ന് അടയിരിക്കും. അടയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ച് അട വെക്കുക. നല്ല രസമാണ്. അതിൻ്റെ കുഞ്ഞുങ്ങൾ ആദ്യം ഉണ്ടാകുന്ന സമയത്ത് മഞ്ഞ കളറാണ് കേട്ടോ. മഞ്ഞ കളറാണ് അതിൻ്റെ നല്ല രസമാണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ. ഞാൻ 4 കുഞ്ഞുങ്ങളെ ഒരേപോലത്തെ 2 വൈറ്റ് കളർ